അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ നരകവാസികളായ ദുർജനങ്ങൾക്ക് അവരുടെ സ്വന്തം ആൾക്കാരിൽ നിന്ന് പോലും അറപ്പും വെറുപ്പും അനുഭവപ്പെടുമ്പോൾ സ്വർഗവാസികളായ സജ്ജനങ്ങൾക്ക് അല്ലാഹു എവിടെ വെച്ചും നൽകുന്നത് സ്വാഗതവും സമാധാനത്തിൻ്റെ അഭിവാദ്യങ്ങളും ആയിരിക്കും. അല്ലാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നും സ്വർഗവാസികളിൽ നിന്നുമെല്ലാം അതവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇതിനു മുമ്പുള്ള സൂറത്ത് അഥവാ സൂറത്തുൽ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തത് സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങൾ. അതാണ് ഈ സത്യവിശ്വാസികളും സജ്ജനങ്ങളുമായ ആളുകളുടെ പര്യവസാനം. അവരും അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും സൽവൃത്തരായി സാലിഹീങ്ങളായി നന്നായിട്ടുള്ളവരും ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എല്ലാ വാതിലിലൂടെയും മലക്കുകൾ അവരിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കും. അവർ പറയും, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടത് നിമിത്തം നിങ്ങൾക്ക് സലാം, ശാന്തി ഉണ്ടാവട്ടെ. അപ്പോൾ പര്യവസാനം വളരെ നന്നായിരിക്കുകയും ചെയ്യും. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലും പറയുന്നു, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. കാരുണ്യവാനായ അവരുടെ റബ്ബിൽ നിന്നുള്ള അഭിവാദ്യങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.